ബോസ്, എന്തുകൊണ്ട് നിങ്ങൾ പങ്കെടുത്തില്ല? നിങ്ങൾ മാത്രമേ പങ്കെടുക്കാതെയുള്ളൂ. AAPയുടെ 2 മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു. അവിടെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയുമായി വന്നു. എന്തിനേറെ പറയുന്നു, സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയതും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ കോൺഗ്രസിന് ആകെയുള്ളത് കേരളത്തിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു സമരം നടത്തരുത്, അത് ന്യായമായ ആവശ്യങ്ങൾക്കല്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കെല്ലാം അത് ബോധ്യമായിട്ടുമുണ്ട് അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരാണ് ശരിയെന്ന്. ഒന്ന്, കർണാടക ഗവൺമെൻറ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളതാണ്. ശ്രീ സിദ്ധരാമയ്യ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഇപ്പോൾ കേരള ഗവൺമെൻറ് ഉയർത്തിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ഗവൺമെൻറ്റുകൾക്കും സമരം ചെയ്യാനും നയങ്ങൾ രൂപീകരിക്കാനും തീരുമാനങ്ങളെടുക്കാനും അവകാശമുണ്ട്. പക്ഷേ ഏതൊക്കെ ഘട്ടത്തിൽ വേണം, ഏതൊക്കെ വിഷയത്തിൽ വേണം എന്നത് അവരുടെ പ്രയോറിറ്റിയാണ്. ഇവിടെ സിദ്ധരാമയ്യ നടത്തിയ അതേ വിഷയത്തിലാണ് സമരം എന്ന് സമ്പത്ത് പോലും പറയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർ നടത്തിയത് 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ലേക്ക് മാറിയപ്പോൾ 2.5 എന്ന് പറയുന്ന നികുതി വിഹിതം 1.92 ആക്കി കുറച്ചത് മുൻനിർത്തിയാണ്. ആ കാര്യത്തിൽ ഈ സമരമൊക്കെ ചെയ്യുന്നതിനും എത്രയോ മുമ്പ് തന്നെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ജയിച്ചു വന്നിട്ടുള്ള പാർലമെന്റ് അംഗങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും കർണാടക ഉയർത്തുന്ന വിഷയങ്ങളിൽ കേരള ഗവൺമെന്റിന്റെ അഭിപ്രായമുണ്ടോ? ഞങ്ങൾക്കതിന് വിയോജിപ്പില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായി കർണാടക ഉയർത്തിയ വിഷയത്തോട് ഐക്യദാർഢ്യമുണ്ട്. ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണ്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിന് നിലപാടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MP-മാർക്ക് നിലപാടുണ്ട്. രണ്ടും രണ്ടായി നിങ്ങൾ കാണണം. അല്ല, അതേ വിഷയവും സംസ്ഥാന സർക്കാർ ഉന്നയിച്ചല്ലോ ഇന്ന്. സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ അത് നമ്മുടെ സർക്കാർ ഉന്നയിച്ചു തന്നെ, കർണാടക സർക്കാർ അല്ല ഇവർ ഉന്നയിച്ച പല വിഷയങ്ങളിൽ ഒരു വിഷയം മാത്രമാണത്. കർണാടക ഗവൺമെന്റ് ആ ഒരു വിഷയത്തിൽ ഊന്നി മാത്രമാണ് സമരം നടത്തിയത്. ഇപ്പോൾ ഈ വിഷയം ഇവർ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ലെന്നേ, മനസ്സിലായില്ലേ? ഞങ്ങൾ ആ വിഷയത്തെ എതിർക്കുന്നില്ല. എടുക്കുമ്പോൾ ഈ പറയുന്ന സമരം നടത്തിയിരുന്നു, ബജറ്റിലെ അവഗണനയ്ക്കെതിരെയും സമരം നടത്തിയിരുന്നു. പ്രസംഗ സമയത്ത് സിദ്ധരാമയ്യ പറയുമ്പോൾ ഈ GST കോമ്പൻസേഷന്റെ കാര്യവും പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മുടെ സർക്കാരിന്റെ പരാതിയിലും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ മാത്രം പിന്തുണയ്ക്കുന്നു. അതുകൊണ്ട് കർണാടക സർക്കാർ നടത്തിയ സമരം ന്യായം, കേരള സർക്കാർ നടത്തിയ സമരം അന്യായം. ഇതിൽ ചെന്നെത്തുകയാണ്. അതിൽ ഒരു കുഴപ്പമുണ്ട് ആ വിശദീകരണത്തിൽ. അല്ല, ഈ കേരള സർക്കാർ നടത്തിയ സമരം അന്യായം എന്ന് ആരാ പറഞ്ഞു? എനിക്ക് മനസ്സിലായില്ല, ഞാൻ കേട്ടില്ല. എന്റെ പാർട്ടിയുടെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ? മഞ്ജു ശങ്കർ അന്യായം എന്ന് പറഞ്ഞല്ലോ. മുമ്പ് ഇവിടെ ഒരുമിച്ച് ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടല്ലോ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് VS കൂടെ പോയിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയണം. നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയൽ മാത്രമല്ല എൻ്റെ പണി. എൻ്റെ സംഭവങ്ങൾ കൂടെ, എൻ്റെ അഭിപ്രായങ്ങൾ കൂടി ക്ലാരിറ്റി വരുത്തണം. ഞാൻ ചോദിക്കുന്നത്, ഈ സമരത്തെ ഞങ്ങൾ അപഹസിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. പറയുന്നതിന് മുമ്പ് നിങ്ങൾ വെടിവെക്കരുത്. മനസ്സിലായി? ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അല്ല, ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. ഈ ചർച്ച നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ് സാർ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പറഞ്ഞു തീരട്ടെ. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാനല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, കേന്ദ്ര സർക്കാരിനെതിരെ കാലാകാലങ്ങളിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ അത് യൂണിയൻ സർക്കാർ എന്ന് ഉപയോഗിച്ചാലും ആ യൂണിയൻ സർക്കാരിനെ തന്നെ നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും നിയമത്തിന്റെ പിൻബലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ സമ്പത്ത് ഏതൊക്കെ അർത്ഥത്തിൽ പറഞ്ഞാലും ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് സമ്പത്ത് പറഞ്ഞ കാര്യം 100% ശരിയാണ്. പക്ഷെ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ, ഭാരത സർക്കാർ, ഇന്ത്യൻ സർക്കാർ, ഇന്ത്യ ഗവൺമെന്റ് എന്നൊന്നും പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഉപയോഗമാണ്, നമ്മൾ ഭാഷകളിൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പം വിവിധ സ്റ്റേറ്റുകൾ ചേർന്നുള്ള ഒരു സംയോജിച്ച സംവിധാനമാണ് ഈ രാജ്യത്തുള്ളത്. അത് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്, പരസ്പരം ആലോചിച്ച് പോകേണ്ട കാര്യമാണ്. ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ ഇവിടെ ഈ വിഷയങ്ങൾക്ക് സമരം ചെയ്യേണ്ടത് ഈ പാർലമെന്റിന്റെ നാളെ അവസാനിക്കാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പാണ്.
ഈ തെരഞ്ഞെടുപ്പ് ദിവസമാണോ? എൻ്റെ ചോദ്യം, ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം അതാണ്. നാളെ കൊണ്ട് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നു. ആ കാര്യത്തിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ടോ? ഇത് കഴിഞ്ഞാൽ 10 ദിവസത്തിനകം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ കാര്യത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ നാളേക്ക് ശേഷം ഒരു തീരുമാനം പോലും എടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരിന്റെ മുൻപിൽ സർക്കാരിനോടുള്ള ഇവിടുത്തെ ഗവൺമെന്റിന്റെ പ്രതിഷേധമെന്നോ അല്ലെ സമ്മേളനമെന്നോ അത് 2 അഭിപ്രായമുണ്ട്. സമരമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, സമ്മേളനമാണെന്ന് പറയുന്നത്. എന്തുമാകട്ടെ LDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അവിടെ പോയി അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഒരു സമരം നടത്തുന്നു. അതിൽ പല സംസ്ഥാനത്തെ ഗവൺമെന്റുകളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നല്ല കാര്യം. പക്ഷെ എന്റെ ചോദ്യം, നാളത്തെ പാർലമെന്റ് സമ്മേളനത്തോടുകൂടി അവസാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു ഗവൺമെന്റ് മുഖം എന്ത് സമരമാണ്? എനിക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു സമരം നടത്തിയാൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ സിദ്ധരാമയ്യയോടും പറയൂ, എന്തിനാണ് അവിടെ പോയി സമരം നടത്തിയത്, അത് വേണ്ടായിരുന്നു എന്ന്. ഞാൻ അവരോട് മാത്രമല്ലല്ലോ പറയണ്ട, ഞാൻ ബാക്കിയും കൂടെ പറയാലോ. ഇപ്പൊ ഈ സമരം ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ പ്രതിപക്ഷത്തെ ഒരു പാർട്ടി, ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സമരം നടത്തുമ്പോൾ രാഷ്ട്രീയമായി ഇപ്പം DMK നേതാവ് അതിൽ പങ്കെടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഓൺലൈനിലാണെങ്കിലും. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആം ആദ്മിയുടെ 2 മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസലിനെ സമാന തലത്തിൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ പിന്തുണയ്ക്കുന്നതിനെ ഒന്നും നമ്മൾ രാഷ്ട്രീയപരമായി ഒരു ചർച്ചയിലിരുന്നു കൊണ്ട് അവരെല്ലാം മോശമാണ്, അവർ ചെയ്യുന്നതെല്ലാം നല്ലതല്ല എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. നല്ലതല്ല എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഞാൻ പറയുന്നത്, നിലവിൽ ഏത് കക്ഷിയാണെങ്കിലും നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളിൽ ഒരു നീതിബോധം ഉണ്ടാകണം. ഏത് കക്ഷിയാണെങ്കിലും ഒരു നീതിബോധം ഉണ്ടാകണം. നമ്മളില്ലാത്ത, അതായത് ഒരു കെയർ ടേക്കർ പൊസിഷനിലേക്ക് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ മുൻപാകെ ചെന്നതുകൊണ്ട് ഒരു സമരം എന്ന് പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയ സമരമെന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഇന്നലെ നമ്മൾ കണ്ട എന്താ? തൃശ്ശൂരിൽ ലോറിയെ കൊണ്ടിട്ട് വഴിയിൽ ചാള വിൽക്കുന്നത് പോലെ ഭാരത് അരി വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം കൊണ്ടുവന്നു. അതും തൃശ്ശൂരിന്റെ മണ്ണിൽ നമ്മൾ കണ്ടില്ലേ? ഇത് പ്രഹസനമല്ലേ മഞ്ജുഷേ? പ്രഹസനമല്ലേ? ഇന്ത്യ മഹാരാജ്യത്തെ കണക്കനുസരിച്ച്, ജനസംഖ്യാ കണക്കനുസരിച്ച് 120 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ, പുതിയ സർവേ വന്നാൽ അത് 140 150 ആകാൻ പോകുന്ന ഇന്ത്യയിൽ 2000 ഷോറൂമുകൾ തുറന്നുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് പിടിച്ചു നിർത്താൻ അരി കൊടുക്കുമെന്ന് പറയുന്ന ഒരു സർക്കാർ ഒരു വശത്ത് 25 രൂപയ്ക്ക് അരി കൊടുക്കും, അല്ലെങ്കിൽ 29 രൂപയ്ക്ക് അരി കൊടുക്കും എന്ന് പറയുന്ന ഭാരത് അരി, ഭാരത് ആട്ട, ഭാരത് പരിപ്പ്, ഇവിടെ കെ റെയിൽ, കെ ഫോണ്, കെ റോഡ് എന്ന് പറയുന്ന പോലെ കുറെ സ്റ്റൈലുമായിട്ട് ആളുകൾ ഇറങ്ങാണ് ബ്രാൻഡിങ്ങിന്റെ ഭാഗമായി. ഈ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായി പോകുന്ന ഇത്തരം നടപടികളെയാണ് അവസരവാദ സമീപനമെന്നും രാഷ്ട്രീയം ആണെന്നും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ എന്നുള്ള വാദത്തെ. അതേസമയം നിങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാനും വയ്യ. കാരണം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന്. അങ്ങനെയൊക്കെയാണോ? തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്താണ്, സമരമൊന്നുമില്ലേ? കോൺഗ്രസ് സമരരംഗത്ത് ഇറങ്ങാറില്ലേ? തെരഞ്ഞെടുപ്പ് വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ. അതൊരു വികലമായ ന്യായമാണ്. എനിക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടാണുള്ളത്. പക്ഷേ ഇത് മറ്റ് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല. കാരണം ധൂർത്തുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തുണ്ട്. ഇവിടെ പണം വേണ്ട രീതിയിലല്ല ചെലവഴിച്ചത്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളൊക്കെ വന്നത് 5 വർഷം മുൻപാണ്. ധനകാര്യ കമ്മീഷന്റെ അടുത്ത കമ്മീഷൻ നിലവിൽ വരാൻ സമയമായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കൂടുതൽ വിശ്വാസത്തിലെടുക്കാം. അതല്ലാതെ ഞങ്ങൾക്കിതെല്ലാം യോജിപ്പാണ്, പക്ഷേ അവിടെ ചെന്ന് സമരം നടത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിൽ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ സിദ്ധരാമയ്യയും സമരം ചെയ്തുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല. അദ്ദേഹവും ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കിയ അഭിപ്രായം പറയുക. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ലേക്ക് വന്നപ്പോൾ 2.5 നികുതി വിധം 1.92 ആക്കി കുറച്ചതിനെതിരെ പ്രതിപക്ഷത്തിന് നിലപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിഷയം കേരള ഗവൺമെന്റ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ തർക്കമില്ല എന്ന് പറഞ്ഞില്ലേ? അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലേ? ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്? അതിലെവിടെയാണ് തെറ്റ്? നിങ്ങളത് എന്നെ ബോധ്യപ്പെടുത്തിത്താ. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ വ്യത്യാസം? ഈ കമ്മീഷൻ വന്നിട്ട് എത്ര നാളായി?
ഈ നികുതിപരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരം നടത്തണമെങ്കിൽ ആ സമരം ഒരു ഗവൺമെന്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യും, രാഷ്ട്രീയ പാർട്ടികളുടെ സമരം ഒരു തുടർച്ചയാണ് സാർ. കേരള ഗവൺമെന്റിനെതിരെ ഞങ്ങൾ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാത്തതിന് സമരത്തിലാണ്. ഇവിടെ പിൻവാതിൽ നിയമനത്തിനെതിരെ ഞങ്ങൾ സമരത്തിലാണ്. ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബം പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന വിഷയങ്ങൾക്കെതിരെ ഞങ്ങൾ സമരത്തിലാണ്. ഈ സമരങ്ങളുടെ തുടർച്ചയിൽ ഞങ്ങൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യും. ഒരു ഗവൺമെന്റ് അതല്ല. പക്ഷേ ഈ ഗവൺമെന്റ് നടത്തിയ സമരത്തിന്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഫെഡറലിസത്തെ തകർക്കുന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാടെന്ന്. അതേ നിലപാട് ഏറ്റവും ഉച്ചത്തിൽ പറയുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിനെ പോലും തള്ളിക്കളയുന്നതായില്ലേ സംസ്ഥാന കോൺഗ്രസിന്റെ നിലപാട് എന്ന സംശയമാണ് എനിക്ക് ഉന്നയിക്കുവാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ